അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിപാടികളൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി വിജയം നൽകുമാറാവട്ടെ. ആമീൻ. SSF മഞ്ചേശ്വരം ഡിവിഷൻ്റെ സാഹിത്യോത്സവന് ആതിഥ്യമരുളാൻ ഭാഗ്യം ലഭിച്ച നാട്ടുകാരാണ് നാം. അൽഹംദുലില്ലാഹ് 30 വർഷത്തിലേറെയായി കേരളത്തിലുടനീളം യൂണിറ്റ് തലം മുതൽ തുടങ്ങി സ്റ്റേറ്റ് തലം വരെ നടന്നിരുന്ന സാഹിത്യോത്സവ് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങി നാഷണൽ തലം വരെ ഉയർന്നിരിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാഹിത്യം, പരിശുദ്ധമായ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകിയ മേഖലയാണ് സാഹിത്യ മേഖല എന്നുള്ളത്. വിശുദ്ധമായ ഖുർആൻ്റെ അവതരണ തുടക്കം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സാഹിത്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യം ഖുർആനിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. എഴുത്തും വായനയും. പരിശുദ്ധ ഖുർആൻ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ലോകത്തെ ഏറ്റവും ഉത്തമ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന വിഷയം മഹത്തായ കലയാകുന്ന എഴുത്തും വായനയുമാണ്. ശുദ്ധമായ ഖുർആനിൻ്റെ മറ്റ് സ്ഥലങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ സാഹിത്യ മേഖലയിൽ വിശുദ്ധമായ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കുട്ടികൾ നേരത്തെ പ്രസംഗങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടം വളരെ മോശമായ ഒരു ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ. ഇനി വരാനിരിക്കുന്നത് അതിനേക്കാൾ മോശമായിരിക്കുമെന്ന് സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യനെ മൃഗമാക്കി മാറ്റാൻ, വളരെ അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തിക്കാൻ എല്ലാ നിലക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് SSF നടത്തുന്ന മഹത്തായ സാഹിത്യോത്സവിലൂടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ മഹത്തായ സാഹിത്യോത്സവില് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ നിലക്കുമുള്ള പരിശ്രമം നടത്തുമ്പോൾ വരുന്ന തലമുറ, നമ്മുടെ നാടിനെ നേതൃത്വം കൊടുക്കേണ്ട ഒരു തലമുറയാണ് വിദ്യാർത്ഥികളിലൂടെ വളർന്നു വരുന്നത്. അവരുടെ കഴിവുകൾ ഈ ഉമ്മത്തിന് ഉപകാരപ്പെടണം, നാടിന് ഉപകാരപ്പെടണം. നല്ല ഒരു നേതൃത്വമായി നമ്മുടെ നാളത്തെ മക്കൾ വളർന്നു വരണം. അതിനാവശ്യമായ പ്രോത്സാഹനങ്ങളാണ് അൽഹംദുലില്ലാഹ് SSF ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മങ്ങൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനം എന്ന മഹത്തായ നാമത്തോടുകൂടെ കടന്നു വന്ന നമ്മുടെ SSFന്റെ മക്കൾ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും പല സമരങ്ങളും പല വിപ്ലവങ്ങളും നടക്കുമ്പോൾ ഈ അടുത്തായി നമുക്കറിയാം പല സ്ഥലങ്ങളിലും മാർച്ചുകളും ജാഥകളുമൊക്കെ നടന്നപ്പോൾ നിയമപാലകരടക്കം വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വിഷയം, SSF നടത്തുന്ന ഒരു റാലി നിയന്ത്രിക്കാൻ ഇവിടെ പോലീസുകാരുടെ ആവശ്യമില്ല എന്നാണ്. കാരണം അച്ചടക്കമുള്ള
മക്കളായി SSF എന്ന മഹത്തായ പ്രസ്ഥാനം നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുകയാണ്. SSFന്റെ യഥാർത്ഥ തർബിയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു നിയമപാലകരെ കൊണ്ടും നിയന്ത്രിക്കപ്പെടേണ്ട ഒരവസ്ഥ വരുന്നില്ല എന്ന് അവരടക്കം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ SSF പല വിപ്ലവങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്, പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമരത്തിലോ ഒരു റാലിയിലോ ഒരു വിപ്ലവത്തിലോ ഒരു SSFന്റെ പ്രവർത്തകന്റെ പേരിൽ ഒരു കേസെടുക്കേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല എന്നത് അഭിമാനകരമായി നമ്മൾ ഓർക്കുകയാണ്. ഇവിടെയാണ് SSFന്റെ വിജയം നാം മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ മക്കളെ ധാർമ്മികമായി ആത്മീയമായി തർബിയത്ത് ചെയ്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് SSFനുള്ളത്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുസ് കാലമാണ് പഠന സമയം, വിദ്യാർത്ഥി സമയം. SSFൽ സജീവമായി പ്രവർത്തിച്ച് പഠിച്ചു വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി അനുകരിക്കാൻ പറ്റിയ, മാതൃകയാക്കാൻ പറ്റിയൊരു ജീവിതമായിരിക്കും SSFന്റെ പ്രവർത്തകരിൽ നിന്നുണ്ടാകുന്നത്. മറ്റുള്ളവർക്കടക്കം പരിവർത്തനമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ക്യാമ്പസുകളിൽ SSFന്റെ വിദ്യാർത്ഥികൾക്ക് നയിക്കാൻ കഴിയും. നമ്മുടെ നാടുകളിൽ യൂണിറ്റുകളിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇന്ന് ഭൗതിക കലാലയങ്ങൾ നമുക്കറിയാം. മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, മറ്റ് എല്ലാ അനാശാസ പ്രവർത്തനങ്ങളുടെയും അടിമയായി ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വിൽക്കപ്പെടുന്ന ഒരു കലാലയ കേന്ദ്രമായി നമ്മുടെ ഭൗതിക കലാലയങ്ങൾ മാറുമ്പോൾ, അവിടെയാണ് SSFന്റെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാണെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വരെ അനുകരിക്കാൻ പറ്റിയ, മാതൃകയാക്കാൻ പറ്റിയ ഒരു ജീവിതം അവനിൽ നിന്ന് കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നൽകിയ കഴിവുകളെ അത് ഈ ഉമ്മത്തിനിക്ക് ഉപകാരപ്പെടണം, ആ രൂപത്തിൽ വളർത്തിയെടുക്കുക. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ആ ഉത്തമ സമുദായം ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകണം. ആ രൂപത്തിൽ നിങ്ങൾ ആവണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഖൈർ ഉമ്മത്തായിട്ട് മാറണം. ഖൈർ ഉമ്മത്താകണമെങ്കിൽ നമ്മുടെ കഴിവുകൾ, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം. ഉഖ്രിജത് ലിന്നാസ്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ കഴിവുകളെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമയത്തെയും നമുക്ക് ചെലവഴിക്കാൻ കഴിയണം. SSFലൂടെയും SVSലൂടെയും മുസ്ലിം ജമാഅത്തിലൂടെയും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ ഒക്കെ ലക്ഷ്യം വെക്കുന്നതാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും GCC കൺട്രികൾ അടക്കം RC എന്ന പേരിൽ, ICF എന്ന പേരിലും ഈ മഹത്തായ പ്രസ്ഥാനം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്നാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് ഈ ഉമ്മത്തിനും സമുദായത്തിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംഘടന അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ ഉപരി നമുക്കറിയാം, ഈ അടുത്തായി പല മരണങ്ങളും സംഭവിക്കുകയുണ്ടായി. SSFൽ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണമാണെങ്കിലും ആ ചെറുപ്പക്കാരനക്ക് ലഭിക്കുന്ന പാരത്രിക ലോകത്തെ ഹദിയകൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, ഒരു സാധാരണ ഒരു കാരണവർക്ക്, ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് ലഭിക്കുന്ന ഹദിയേക്കാളും വലിയ പാരത്രിക ഹദിയകളാണ് SSF എന്ന അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തായ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ലഭിക്കുന്നത്. ഈ അടുത്തായി നമ്മളൊക്കെ മെസ്സേജ് വായിച്ചിട്ടുണ്ടാകാം, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് താഴ്ത്തുന്നതിന്റെ മുമ്പായി
15 ഖത്ബകളാണ് ആ ചെറുപ്പക്കാരനക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞില്ല. ഖബറടക്കം കഴിഞ്ഞ ശേഷം നമ്മളൊക്കെ സാധാരണ ഒരു ഫാത്തിഹ ഓതി ദുആയിരുന്നു പോലും ഒരു സാധാരണ നാട്ടിലൊരാൾ മരണപ്പെട്ട് ഖബറടക്കം കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയായ SSFന്റെ സജീവ പ്രവർത്തകനെ ഖബറടക്കം കഴിഞ്ഞ ശേഷം അവന്റെ കൂട്ടുകാര് ആ ഖബറിന്റെ ചുറ്റും നിന്നുകൊണ്ട് 2 ഖത്മുകൾ ഓതി ഹദിയ ചെയ്തിട്ടാണ് അവർ പിരിഞ്ഞു പോന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മമാരോട് രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നമ്മൾ മരണപ്പെട്ട് ഒറ്റക്ക് ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കാനും നമുക്ക് ഫാത്തിഹ ഓതാനും ദുആ ചെയ്യാനും ഇവിടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടാകുമെന്ന മഹത്തായ ഭാഗ്യം കൂടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ ലഭിക്കുന്നു എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മുടെ മക്കളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാൻ എന്തെല്ലാം പ്രോത്സാഹനങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമോ നമ്മളത് നൽകണം. അതൊരു രക്ഷിതാവിന്റെ ബാധ്യതയാണ്. പ്രസംഗരംഗത്തും എഴുത്ത് രംഗത്തും മറ്റ് ദീനിന് ഉപകാരപ്പെടുന്ന എല്ലാ കഴിവുകളെയും അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ വളർത്തിയെടുക്കുക. അതിനായാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇത്രയും സംഖ്യ ചെലവ് ചെയ്തുകൊണ്ട്, അധ്വാനം ചെലവ് ചെയ്തുകൊണ്ട് ഈ മഹത്തായ സാഹിത്യോത്സവം നടത്തുന്നു. 31ാമത് സാഹിത്യോത്സവ് നമ്മുടെ മഞ്ചേശ്വരം ഡിവിഷന്റെ മഹത്തായ സാഹിത്യോത്സവിന് എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് സഹായിച്ചവരുണ്ട്, കഠിനാധ്വാനം ചെയ്തവരുണ്ട്, സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും സഹകരിച്ച നാട്ടിലും വിദേശത്തുമുള്ള നമ്മുടെ ചലഞ്ചിലടക്കം സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവരെല്ലാ വിഷയത്തിലും അല്ലാഹു ഫത്ഹ് നൽകട്ടെ. അവരൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയാണോ ഇതിനോട് സഹകരിച്ചത് എല്ലാവർക്കും എല്ലാ ഖൈറായതും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു.